ഇന്നും ഒരു ന്യൂസ് വന്നു. മലയാള മനോരമ ഓൺലൈൻ ന്യൂസിലാണ് കണ്ടത്. DGP സർക്കാരിന് റിപ്പോർട്ട് കൊടുത്തു. എന്താണ് കൊടുത്തത്? മോഷണം. പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ സ്വർണവും അവിടുത്തെ സ്വർണ്ണങ്ങളും പലതരത്തിലുള്ള സ്വർണ്ണങ്ങളും ശേഖരമുണ്ട്, കാണാനില്ല എന്നാണ് റിപ്പോർട്ട്. അപ്പോൾ അതും മുക്കി എന്ന് വേണം മനസ്സിലാക്കാൻ. ED ഇന്ന് വന്നതിൻ്റെ പുറകിലും ഒരു പക്ഷേ അതായിരിക്കും. കാരണം BJP കുറേ നാളായിട്ട് ആക്സസിന് ശ്രമിക്കുന്നുണ്ട്. പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ സ്വർണത്തിൻ്റെ മേലുള്ളൊരു അവകാശത്തിനുമൊക്കെ. സ്വർണം നമ്മുടെ പ്രധാനമന്ത്രിക്ക് വളരെ ഇഷ്ടമുള്ളൊരു കാര്യമാണ്. പക്ഷെ നമ്മളോട് മേടിക്കരുതെന്ന് പറഞ്ഞു. പക്ഷേ ഇന്ന് ED 12 സ്ഥലങ്ങളിൽ 12 CPM നേതാക്കന്മാരുടെ 12 വീടുകളിൽ പല ഓഫീസുകളിൽ റെയ്ഡ് നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു സൂചന പോലും ആർക്കും കൊടുത്തില്ല എന്നുള്ളത് നാം മനസ്സിലാക്കണം. പക്ഷേ ഇന്നലെ വന്ന ഈ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ മിസ്സിങ് എന്ന് പറഞ്ഞാൽ അതിനെ ചെറുതാക്കുന്നില്ല. മോഷണത്തിന് നാം കണ്ടതാണ് അടുത്ത കാലത്ത് അയ്യപ്പസ്വാമി ക്ഷേത്രത്തിലെ സ്വർണം എങ്ങനെയാണ്, സ്വർണ്ണപ്പാളികൾ എങ്ങനെയാണ് നഷ്ടപ്പെട്ടത്. അപ്പോൾ അതിൽ വളരെ തന്ത്രപൂർവ്വമായിട്ട് ഇതും എടുത്തുകൊണ്ട് പോകാനുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ട്. ആരെയും ഞാൻ കുറ്റം പറയുന്നില്ല, ഒരു മനുഷ്യനെ ഞാൻ വിധിക്കുന്നില്ല. കാരണം സത്യം നാളെ തെളിയേണ്ടതാണ്. അപ്പോൾ നമ്മൾ കാണാതെ വിധിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ കഴിഞ്ഞ കാലത്തെ സർക്കാരുകളുടെ പ്രവർത്തനം അത് ഈ സർക്കാർ കൃത്യമായി നിരീക്ഷിക്കും. കാരണം ഇല്ലെങ്കിൽ എന്താ സംഭവിക്കുകയെന്ന് വെച്ചാൽ ഈ സർക്കാരിൻ്റെ മേഖലയിലേക്കായിരിക്കും ഈ പാപഭാരങ്ങളെല്ലാം കയറി വരിക. കാരണം അതിന് വളരെ തന്ത്രപരമായിട്ട് തന്ത്രങ്ങൾ മെനയാൻ കഴിവുള്ള കെൽപ്പുള്ള ആളുകളാണ് CPM ആളുകൾ. ഇപ്പോൾ തന്നെ അവർ പ്രകോപനം നടത്തുന്നുണ്ട്. തെരുവിലേക്ക് കേരളം ഇറങ്ങും. എവിടെ ഇറങ്ങാൻ? ആർക്ക് വേണ്ടിയിട്ട് ഇറങ്ങാൻ? കേരളം ആരെയാണ് ജയിപ്പിച്ചു വിട്ടത്? പിണറായിനെയാണോ? അല്ല, പിണറായിനെ തള്ളിക്കളഞ്ഞു. പിണറായിയുടെ ഭരണപരാജയമായിരുന്നു അത്. ഈ നാടിനോട് ചെയ്ത അനീതിക്കും അക്രമത്തിനും നീതികേടിനും ആൾക്കാരെ നശിപ്പിച്ചതിനും പിന്നെ പല രീതിയിൽ ആൾക്കാരെ നശിപ്പിച്ചു. വ്യവസായങ്ങൾ നശിപ്പിച്ചു, അതുപോലെ നോക്കുകൂലി, ഇങ്ങനെയുള്ള അനേക കാര്യങ്ങൾ കഠിനമായി ജനങ്ങളുടെ മേൽ ശിക്ഷ വിധിച്ച ഒരു സർക്കാരായിരുന്നു. അവർക്ക് തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ പക്കൽ നിന്നും ഇവിടുത്തെ കേരളത്തിലെ ജനങ്ങളുടെ പക്കൽ നിന്നൊരു തിരിച്ചടി ഉണ്ടാവും. അതിൻ്റെ ഒന്നാമത്തെ കാരണങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്.